ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു ഷോർട്ടായിട്ട് ചെയ്യണമെന്നായിരുന്നു, ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ എടുത്തു വന്നപ്പോൾ ഒരുപാടായി പോയി, അപ്പോൾ അതൊരു ലോങ് വീഡിയോ ആക്കി. ഗുരുവായൂർ പോകുന്ന വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ. ശരിക്കും എനിക്കും അമ്മയ്ക്കും ഞങ്ങൾക്ക് ഗുരുവായൂർ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ കാണാൻ പോകുമ്പോൾ ആ ഒരു സന്തോഷമാണ് എനിക്ക് എപ്പോഴും കിട്ടാറ് കേട്ടോ. ഒരു ഒത്തുകൂടൽ കൂടെ അങ്ങനെ ഒരു പ്രതീതിയാണ് എനിക്ക് ഗുരുവായൂരമ്പലത്തിൽ. ഭഗവാൻ എനിക്ക് എൻ്റെ ഒരു സ്വന്തം വീട്ടിലേക്ക് പോകുന്നൊരു ഫീലാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ, എപ്പോഴും പോകുന്നുണ്ടല്ലോ, എല്ലാ മാസവും അവിടെ കാണാമല്ലോ, അങ്ങനെയൊക്കെ. എത്ര തവണ പോയാലും മടുക്കാത്ത ഒരു അനുഭവമാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. അതൊരു ഫീലിങ്സാണ്. ഭഗവാൻ എന്ന് പറയുന്നൊരു ഇമോഷനാണ്. അപ്പം ഞങ്ങൾ തലേന്ന് തന്നെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങും കേട്ടോ. അമ്മയ്ക്ക് ഞാൻ സാരി പ്ലീറ്റൊക്കെ ചെയ്ത് വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ ഇടാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് തലേന്ന് തന്നെ വെച്ച് അത്ര എക്സൈറ്റഡ് ആണ്. എത്ര തവണ പോയാലും ഈ ഒരു മാസം 2-3 തവണ പോയാലും ആഗ്രഹം പിന്നെയും പോകണം എന്നായിരിക്കും. അപ്പോൾ ഒരു ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആണ് അവിടെ. അങ്ങനെ ശനിയാഴ്ചയാണ് ഞങ്ങൾ പോയത്. രാവിലെ അവിടെ ഒരു 10:30 ആയപ്പോൾ എത്തി. അവിടുത്തെ ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരം, അഥവാ കളഭാലങ്കാരം കാണാമെന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. അങ്ങനെ കർക്കിടക മാസം ഞങ്ങൾ ചെന്ന ദിവസം അന്ന് ഭഗവാന്റെ അലങ്കാരം ശ്രീരാമസ്വാമിയും സീതാദേവിയായിട്ട് നിൽക്കുന്ന അലങ്കാരമായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു, ഭയങ്കര സന്തോഷം. പിന്നെ ഭഗവാന്റെ പ്രസാദം ഇട്ട് കഴിച്ചു. പിന്നെ അവിടെ അറിയായിരിക്കും, കൂവളമരം മഴയത്തൊന്ന് ചില്ലയൊക്കെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അവർ വെട്ടി വൃത്തിയാക്കി നിർത്തിയേക്കാണ്. പുതിയതെന്തായാലും മരമായതുകൊണ്ട് പുതിയ തളിരിനിയും വരും. അപ്പോൾ പുതിയ ഓർമ്മകൾ ഇനിയും ഉണ്ടാവും കൂവള ചുവട്ടിൽ. പിന്നെ അത് കാണുമ്പോൾ ചെറിയൊരു മിസ്സിങ് ആണ്. അയ്യോ, നല്ല ഇങ്ങനെ തഴച്ച് വളർന്ന് നിന്നിരുന്ന ഒരു പ്രത്യേക ഒരു ഫീലല്ലേ അത്. പിന്നെ ഇത് ലച്ചു മോള് എൻ്റെ ഫ്രണ്ട്, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയുള്ള എൻ്റെ ശ്രീയുടെ മോളാണ് ലച്ചു. അപ്പോൾ ലച്ചു ആദ്യവും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ശ്രീയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട്, അപ്പം പിള്ളേർ അവിടെ നിന്ന് ഇങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രണ്ടുപേരും നല്ല കൂട്ടാണ്. അങ്ങനെ അവരുടെ കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ഇത് ഞങ്ങൾ ഭഗവാനെ തൊഴുതിറങ്ങിയതിന് ശേഷമുള്ളതാണ് കേട്ടോ. പ്രസാദമൊട്ടൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഉണ്ടായിരുന്നു. പിന്നെ ഭഗവാന് പാൽപ്പായസം വാങ്ങിക്കാൻ നിന്ന സമയത്തായിരുന്നു ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇത് പടിഞ്ഞാറേ നടയാണ്. അപ്പം ഭഗവാന്റെ അമ്പലത്തിൽ വന്നവർക്കറിയാം, പടിഞ്ഞാറേ നടയും കിഴക്കേ ഗോപുരനടയും ഉണ്ട്. അപ്പം ഗോപുരനടയുടെ ഫ്രണ്ടിൽ ഇപ്പം പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഈ എന്താണ് അതിന് പറയുന്നത്, നടപ്പന്തലൊക്കെ കെട്ടി അവിടെ ഭഗവാന്റെ ബാലരൂപം കുഞ്ഞുണ്ണി കണ്ണനും അതുപോലെ തന്നെ ഒരു ചതുർബാഹുവായിട്ടുള്ള ഭഗവാന്റെ രൂപവും 2 ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദശാവതാരങ്ങളും ഒക്കെ അവിടെ ചാർത്തിയിട്ടുണ്ട് ഓരോ തൂണും മേൽ പുതിയ ഒരു നടപ്പന്തലിൽ. ഇത് ഞാനും ശ്രീയും എനിക്ക് വള വാങ്ങണമായിരുന്നു. കുപ്പിവള കുറച്ച് ഇഷ്ടമായതുകൊണ്ട് കുപ്പിവള വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീ എന്നെയും കൂട്ടിയിട്ട് അവിടെ ഗുരുവായൂർ നമ്മുടെ കിഴക്കേ നടയുടെ ഫ്രണ്ടിൽ കുറച്ച് നേരെ മുന്നോട്ട് നടക്കുമ്പം മഞ്ജുളാലുണ്ട്. അവിടെ മഞ്ജുളാൽ എത്തുന്നതിന് മുന്നത്തായിട്ട് ഒരു ചെറിയ ആലുണ്ട്. ആ ആലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആ ആലിനോട് ചേർന്നിട്ടിരിക്കുന്ന പ്രിയങ്ക എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് കേട്ടോ. പോവാത്തവരുണ്ടെങ്കിലും മസ്റ്റായിട്ടും പോകണം. ഇവിടെ കിട്ടാത്ത ഒരു സാധനവും ഇല്ല കേട്ടോ. സ്റ്റേഷനറി ആവട്ടെ, ജുവലറി സെറ്റ് ആവട്ടെ, നമുക്ക് വീട്ടിലേക്ക് വേണ്ട ആ സാധനങ്ങളാവട്ടെ, എല്ലാം ഒരു 2 നിലകളിലായിട്ടാണ് ഇവർ വെച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാ സാധനവും നമുക്ക് ആവശ്യമായിട്ടുള്ള കോസ്മെറ്റിക്സ് ആൻഡ് ഇപ്പോൾ ഡാൻസിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ, ടൈലറിങ് യൂണിറ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനത്തത്. പിന്നെ ഇന്ന് വേണ്ട എല്ലാം ഇതൊരു ഹോൾസെയിൽ പോലെയാണ് കേട്ടോ. എല്ലാ സാധനവും കിട്ടും. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഷോപ്പിൻ്റെ പേര് പ്രിയങ്ക എന്നാണ് കേട്ടോ. പിന്നെ റേറ്റും വളരെ കുറവാണ്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റേഷനറി ഐറ്റംസും കോസ്മെറ്റിക് ഐറ്റംസും ജുവലറി എല്ലാം കിട്ടും. അപ്പോൾ മസ്റ്റായിട്ടും ഗുരുവായൂർ വരുന്നവരെ പോകേണ്ട ഒരു ഷോപ്പാണ്. ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും. കിഴക്കേ നടയിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് വന്നാൽ മതി. മഞ്ജുളാൽ എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് കേട്ടോ. ആ കാണുന്നതാണ് മഞ്ജുളാൽ. അതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പം ഞാൻ ഒരു കുപ്പിവള വാങ്ങാൻ പോയ ഞാൻ ഒരു 3-4 കുപ്പിവള സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ സൈസ് അളവും അവിടെ കിട്ടും. അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് ഞങ്ങൾ തിരിച്ചെത്തി.
ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പുതിയ നടപ്പന്തൽ എന്ന് പറയുന്നത്. അത് നിങ്ങൾ എന്തായാലും എല്ലാവരും കണ്ടു കാണും. ഇതിനോടകം തന്നെ ഒരുപാട് വീഡിയോസൊക്കെ വന്ന് ഗുരുവായൂരത്ത് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അപ്പം ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നേരത്തെ കാണുന്നൊരു ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൻ്റെ ഒരു മുഖമല്ല ഇപ്പോൾ, ഒരുപാട് മാറിയിരിക്കുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ താമരയും മുല്ലപ്പൂവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മുല്ലപ്പൂവിനൊക്കെ ഇപ്പോൾ ഭയങ്കര റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ ഈ ഉച്ച സമയത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവർ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ പൂ തരും കേട്ടോ. അത് എല്ലാ കടക്കാരും തരുമെന്ന് എനിക്കറിയത്തില്ല, കാരണം അവർക്ക് പുതിയ രാവിലത്തെ സ്റ്റോക്ക് മാറി ഉച്ചയ്ക്ക് ഈവനിങ്ങിലേക്ക് വേറെ സ്റ്റോക്ക് വരുമല്ലോ. ആ സമയത്ത് നമ്മൾ ചെല്ലുമ്പം പൂക്കടക്കാർ വളരെ ലാഭത്തിൽ നമുക്ക് പൂ തരും, ചിലപ്പോൾ ഫ്രീ ആയിട്ടും തന്നിരിക്കും. അങ്ങനെ ഞാൻ വീട്ടിൽ ഭഗവാന് വേണ്ടിയിട്ടൊരു താമരയും മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെന്താണ്, പാൽപ്പായസമൊക്കെ കുടിച്ചു. അങ്ങനെ ഭയങ്കര മനസ്സും വയറും നിറഞ്ഞു, ഒരുപാട് സന്തോഷം. അപ്പം ഇതാണ് ഗുരുവായൂരത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ.